ഈ നെപ്പോട്ടിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുക. എനിക്ക് പറയാമല്ലോ, എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട്. എനിക്കിപ്പോൾ 50 പരം വയസ്സുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ സൈബർ സ്പേസിൽ വന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്ന പല ആളുകൾക്ക് 25 വയസ്സേ ഉള്ളൂ. അവന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുക, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മരുമകൻ CK ഗുപ്തൻ KSRTCയിൽ അദ്ദേഹത്തെ, നിങ്ങൾക്ക് ഓർമ്മയാണ് ചിലപ്പോൾ, KSRTCയിൽ MD അല്ല, പിന്നീട് മാനേജറോ മറ്റോ ആയിട്ട് നിയമിച്ചു. പിന്നീട് ആ നിയമനം PSCയോ മറ്റോ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി പ്രോസസ്സൊക്കെ നടത്തിയാണ് എടുത്തത്. പക്ഷേ പ്രതിപക്ഷം നിയമസഭയിൽ ഒരു ആയുധമാക്കി. മുഖ്യമന്ത്രിയുടെ മരുമകന് പിന്നെ CPI മന്ത്രിയോ മറ്റോ നിയമിച്ചതെന്ന് ആക്ഷേപമുണ്ടായി. വൈകുന്നേരം ഗുപ്തനെ വിളിച്ചു വരുത്തിയ EMS പറഞ്ഞു, രാജിക്കത്തെഴുതി കൊടുക്കാൻ പറഞ്ഞു. നിൻ്റെ നിയമനമെല്ലാം ശരി, അയാൾക്ക് ആകെ കിട്ടിയ ജോലിയാണ് അയാളുടെ കരിയറിൽ. ആ മനുഷ്യനെ EMS അന്ന് വൈകുന്നേരം രാത്രി രാജിവെപ്പിച്ചു. പിന്നെ അയാൾക്ക് ആകെ റെമ്യൂണറേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയത് ആ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കി പിന്നീട്, വളരെ പിന്നീട്, EMSൻ്റെ മരണത്തിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അവിടെ അയാൾക്ക് അധികം പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയില്ല CK ഗുപ്തന്. അങ്ങനെയാണ് അവസാനിച്ചത്. അപ്പോൾ അതൊരു കാലം. ആക്ഷേപം നിയമസഭയിൽ ഉയർന്ന ഉടൻ EMS അത് പിൻവലിച്ചുകൊണ്ട് പോയി.